മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സ് ആദ്യത്തെ ലെസൺ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളിലെ 6ാമത്തെ ഭാഗമാണ്. അപ്പൊ 5 ഭാഗം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാൻ സാധിക്കും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, റൈറ്റ് 3 arithmetic sequences with 30 as the sum of the first 5 terms. Okay, write 3 arithmetic sequence with 30 as the sum of the first 5 terms. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ശ്രേണിയിലെ ആദ്യ 5 പദങ്ങളുടെ തുക 30 വരണം. അങ്ങനെ 3 ശ്രേണികൾ രൂപീകരിക്കുക. അതായത് 5 പദങ്ങൾ കൂട്ടാൻ നേരത്ത് 30 വരണം. അങ്ങനെയുള്ള 3 ശ്രേണികൾ രൂപീകരിക്കുക. തുക 5 പദങ്ങളുടെ തുക സം ഓഫ് 5 ടേംസ്. സം ഓഫ് 5 ടേംസ് ഈസ് ഈക്വൽ ടു 30 ആണ്. 5 പദങ്ങളുടെ തുക 30 വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? എത്ര പദങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് എഴുതേണ്ട ആവശ്യമില്ല. 5 ടേംസ് ആണ് കൊടുത്തിട്ടുണ്ട്. 5 പദങ്ങളാണ്. എങ്കിലും ആവശ്യമുണ്ട്, ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. പദങ്ങളുടെ എണ്ണം 5. ഇങ്ങനത്തെ 3 സീക്വൻസ് രൂപീകരിക്കണം. ഇതിന് പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നുമില്ല. ചുമ്മാ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ഒരു ചെറിയൊരു ടെക്നിക്കാണ്, അത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. 5 പദങ്ങളുടെ 5 പദങ്ങൾ, 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം, 5ാം പദം. ഇതിലെ മധ്യപദം ഏതായിരിക്കും? 3ാമത്തെ പദമായിരിക്കുമല്ലോ. ഈ 3ാമത്തെ പദം കിട്ടാൻ, മധ്യപദം കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ 6 മധ്യപദം. മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം മനസ്സിലെന്ന് സങ്കല്പിക്കുക. ആ പൊതുവ്യത്യാസം കുറച്ച് ലെഫ്റ്റിലേക്ക് 2 പദങ്ങൾ എഴുതണം. പൊതുവ്യത്യാസം കൂട്ടി റൈറ്റിലേക്ക് 2 പദങ്ങൾ എഴുതണം. അപ്പൊ ലെഫ്റ്റിലെ 2 പദം, റൈറ്റിലെ 2 പദം 4, ഈ 6 കൂടെ കൂട്ടി 5 പദമാവും. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ ആദ്യം പൊതുവ്യത്യാസം 2 എന്ന് കണക്കാക്കുകയാണ്. അപ്പോ ബാക്കിലേക്ക് 2 വീതം കുറച്ച് എഴുതുകയാണ്. 4, 2, 2, 4, 6. ഫ്രണ്ടിലേക്ക് 2 വീതം കൂട്ടി എഴുതുകയാണ്. 8, 10. ഇപ്പൊ ഒരു ശ്രേണിയായി 2, 4, 6, 8, 10. ഇത് നമുക്ക് അവർ പറഞ്ഞ കണ്ടീഷൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അവർ പറഞ്ഞ കണ്ടീഷൻ ഇതിന്റെ സം 30 ആയിരിക്കണം എന്നാണ്. 2, 4, 6, 6, 6, 12, 12 വെട്ടി 20, 20, 10, 30. കണ്ടോ? അപ്പൊ സം 30 കിട്ടി. ഇനി അടുത്ത 2ാമത്തെ ശ്രേണി നമുക്ക് രൂപീകരിക്കാം. ഈ എത്ര ശ്രേണി രൂപീകരിച്ചാലും ഇതിന്റെ മിഡിൽ ടേം 6 അല്ലാതെ മറ്റാരും ആയിരിക്കില്ല. ഇതിന് മാറ്റമില്ല. ഈ മിഡിൽ ടൈമിന് മാറ്റമില്ല. 6 തന്നെ ഇരിക്കും. അതായത് സമ്മിനെ നമ്പർ ഓഫ് ടേംസ്, അതിന്റെ പദങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോ 7 പദം, ഇപ്പം സം 35 ആണ്. പദങ്ങളുടെ എണ്ണം 7 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 35നെ 7 ഡിവൈഡ് ചെയ്ത് 5 എന്ന് വേണം നടുക്ക് എഴുതാൻ. അപ്പൊ ഈ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും മിഡിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സീക്വൻസിൽ 2 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് കരുതിയത്. നമുക്ക് അടുത്ത സീക്വൻസിൽ എത്ര കൊടുക്കാം? 3 കൊടുക്കാം. അപ്പൊ ബാക്കിലേക്ക് 3 വീതം കുറയ്ക്കുക. 3ൽ നിന്ന് 3 കുറച്ചാൽ 0. അപ്പൊ 0, 3, 6. ഫ്രണ്ടിലേക്ക് 3 വീതം കൂട്ടുക. 9, 12. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. കൂട്ടിയാൽ 30 കിട്ടുമോ എന്ന് നോക്കാം. 0, 3, 3, 3, 6, 3, 9, 9, 18, 18, 12, 30. ശരിയാണ്. അടുത്ത 3ാമത്തത് മിഡിൽ ടേം 6 തന്നെ, അതിൽ മാറ്റമില്ല. ഇനി നമുക്ക് ഒരു 4 കൊടുക്കാം കോമൺ ഡിഫറൻസ്. 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 2ൽ നിന്ന് 4 കുറച്ചാൽ 2ൽ നിന്ന് 4 കുറച്ചാൽ 2 - 4. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 4ൽ നിന്ന് 2 കുറയ്ക്കും 2, എന്നിട്ട് വലുതിന്റെ ചിഹ്നം -2. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ -2 ആണ് ആദ്യപദം. -2ന്റെ കൂടെ 4 കൂട്ടിയാൽ 2, 2ന്റെ കൂടെ 4 കൂട്ടിയാൽ 6, 6ന്റെ കൂടെ 4 കൂട്ടിയാൽ 10, 10ന്റെ കൂടെ 4 കൂട്ടിയാൽ 14. നമുക്ക് കൂട്ടി നോക്കാം. 14, 10, 24, 24, 6, 30, 30, 2, 32. പക്ഷെ 32ൽ നിന്ന് -2, 2 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 30 വരും. കണ്ടോ? ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യേക കാര്യം പഠിക്കണം. ഞാൻ 2 സീക്വൻസ് എഴുതുകയാണ്. 2, 4, 6, 8. 4 പദങ്ങളുണ്ട്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറയുകയാണ്. ഈ 4 പദങ്ങളുള്ളത് ശ്രദ്ധിച്ചോ? ഇതിന്റെ എല്ലാത്തിന്റെ തുക എത്രയാണ്? സം എത്രയാണ്? ഇതിന്റെ സം 4, 6, 12, 12 × 20 ആണ് സം. ഓക്കെ, ഇതിന്റെ എന്ത് പദങ്ങൾ തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കിയാൽ 8, 2, 10. മിഡിൽ ടേംസ് തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കിയാൽ 6, 4, 10. അതായത് എൻഡ് ടേം ഇതിന്റെ സമ്മിന്റെ പകുതിയാണ്, മിഡിൽ ടേം ഇതിന്റെ സമ്മിന്റെ പകുതിയാണ്.
ഇങ്ങനെ വന്നത് ഇതിലെ 4 പദങ്ങളായി. ഇതിൽ എത്ര പെയറുണ്ട്? എൻഡ് ടേം ഒരു പെയർ, മിഡിൽ ടേം ഒരു പെയർ, മൊത്തം 2 പെയറുണ്ട്. 2 പെയറായത് കാരണം ആ ഓരോ പെയറിന്റെയും സം കിട്ടാൻ ആ ടോട്ടൽ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് 3 പേരുള്ള ഒരു സംഖ്യ എഴുതി നോക്കാം. 3 പേരുള്ള ഒരു സീക്വൻസ് എഴുതിയിരിക്കുകയാണ്. 2, 4, 6, 8, 10, 12. ഇതിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. 2, 4, 6, 6, 6, 12, 20, 20, 10, 30, 30, 12, 42. ഇതിന്റെ സം 42 ആണ്. 12 2 14. അടുത്ത ഇവിടുത്തെ രണ്ടാമത്തെ പുറകിന്റെ രണ്ടാമത്തെ പദങ്ങൾ തമ്മിൽ പ്ലസ് ചെയ്യാം. 10 4 14. അടുത്ത മിഡിൽ ടേം തമ്മിൽ പ്ലസ് ചെയ്യാം. 8 6 14. കണ്ടോ എങ്ങനെ വന്നപ്പോഴും ഇവിടെ 3 ജോഡി ഉണ്ടായിരുന്നു. 6 സംഖ്യ വന്നപ്പോൾ 3 ജോഡി. അപ്പൊ 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 കിട്ടും. ആ 14 ഇവിടുത്തെ ഓരോ ജോഡിയുടെയും സം. കണ്ടോ ഈ ഒരു കാര്യം. ഇനി അടുത്ത 8 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സമ്മിനെ നമ്മൾ 8 പദം വരാൻ നേരത്തെ എത്ര ജോഡികൾ ഉണ്ടാവും? 4 ജോഡികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ സമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഓരോ പെയറിന്റെയും സം. അപ്പൊ അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അടുത്ത ചോദ്യം വായിക്കാം. The first term of an arithmetic sequence is 1 and the sum of the first 4 terms are 100. Find the first 4 terms. മനസ്സിലായോ? ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 1, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. അത് ഒരു ശ്രേണിയുടെ ആദ്യ പദം 1, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയാൽ ആ 4 പദങ്ങൾ ഏവ. ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം ആ ശ്രേണികൾ ആരൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. x1, x2, x3, x4. ഇതില് 4 പദങ്ങളുടെ സം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 സമം എത്രയാണ്? 100 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഈ 4 പദങ്ങൾ കൂട്ടുമ്പോൾ 100 കിട്ടും. ഇതില് x1 തന്നിട്ടുണ്ട്. x1 സമം 1 എന്ന് തന്നിട്ടുണ്ട്. അത് അവിടെ നമ്മൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറി അനുസരിച്ച് എന്ത് പദങ്ങൾ തമ്മിൽ ഇതിൽ എത്ര പെയർസ് ആണ് ഉള്ളത്? എന്ത് പദങ്ങൾ തമ്മിൽ ഒരു പെയർ, മിഡിൽ ടേം തമ്മിൽ ഒരു പെയർ, മൊത്തം 2 പെയറുണ്ട്. അപ്പൊ ഓരോ പെയറിന്റെ സം 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ x1ഉം x4ഉം കൂടെ കൂട്ടുമ്പോൾ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാരണം മനസ്സിലായല്ലോ. ഇതിൽ ആകെ 2 പേരാണുള്ളത്. എൻഡ് നമ്പേഴ്സ് ഒരു പെയർ, മിഡിൽ നമ്പേഴ്സ് ഒരു പെയർ. അങ്ങനെ 2 പെയർ ആയത് കാരണം 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഓരോ പെയറിന്റെയും സം, ഓരോ ജോഡികളുടെയും തുക. അപ്പൊ x1 പ്ലസ് x4 100/2 50. ഇതിൽ x1ന്റെ വില 1 ആണ്. 1 പ്ലസ് x4 ആണ് 50. അപ്പൊ നമുക്ക് x4 കിട്ടി. x4 സമം 50 മൈനസ് 1 സമം 49. ശരിയാണല്ലോ. x1ഉം x4ഉം കൂടെ കൂടുമ്പോൾ 50 കിട്ടണം. x2ഉം x3ഉം കൂടെ കൂട്ടുമ്പോഴും 50 കിട്ടണം. അപ്പൊ x1 1 ആണെങ്കിൽ x4 49 ആയാലല്ലേ 2 കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടുള്ളൂ. അപ്പൊ ഒന്നാം പദം x1 1 ആണ്, x4 49 ആണ്. ഇവർ തമ്മിൽ എത്ര ഡിയുടെ വ്യത്യാസമുണ്ട്? x1ഉം x2ഉം തമ്മിൽ 1 ഡിയുടെ വ്യത്യാസം, x1ഉം x3ഉം തമ്മിൽ 2 ഡിയുടെ വ്യത്യാസം, x1ഉം x4ഉം തമ്മിൽ 3 ഡിയുടെ വ്യത്യാസം. അപ്പൊ 3 ഡി ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതായത് 49ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം. 49 ആണ് 4-ാം പദം, 1 ആണ് 1-ാം പദം, സമം 48. ഇനി ഡി കിട്ടാൻ ഈ 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അപ്പൊ ഡി സമം 16 ആണ്. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. 1-ാം പദം തന്നിട്ടുണ്ട്. വലത്തോട്ടുള്ള പദങ്ങൾ കിട്ടാൻ പൊതുവ്യത്യാസം കൂട്ടി 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 പോയാൽ മതി. അപ്പൊ നമുക്ക് x2 എന്ത് കിട്ടും? x2 കിട്ടാൻ x1ന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 1ന്റെ കൂടെ 16 കൂട്ടണം, അപ്പോൾ 17. x3 കിട്ടാൻ അതിന്റെ കൂടെ ഇനി പൊതുവ്യത്യാസം കൂട്ടണം. ആ 17ന്റെ കൂടെ ഇനി ഒരു പൊതുവ്യത്യാസം കൂടെ കൂട്ടണം, സമം 33 വരും. 17 പ്ലസ് 16 33. ഇപ്പൊ നമുക്ക് 4 പദങ്ങൾ കിട്ടി. അപ്പൊ 4 പദങ്ങൾ ആരാണ്? 4 ടേംസ് ആർ ആരൊക്കെയാണ് 4 പദങ്ങൾ? 1-ാം പദം എന്താണ്? 1. 2-ാം പദം ആരാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, 17. 3-ാം പദം 33. 4-ാം പദം 49. നമുക്ക് ഒന്നുകൂടെ ഇത് പരിശോധിച്ച് നോക്കാം. നോക്കിക്കേ, ഇതിലെ എന്ത് ടേംസ് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 1 49 കൂടുമ്പോൾ
100ന്റെ പകുതി കണ്ടോ 100 ഇവിടുത്തെ സം എന്ന് പറയുന്നത് 100ന്റെ പകുതി 1ഉം 49ഉം കൂടെ കൂടുമ്പോൾ 50 17 33ഉം കൂടെ കൂടുമ്പോഴും 50 കണ്ടോ 2 പേരുള്ളത് കാരണം ആ സമ്മിന്റെ പകുതിയാണ് ഓരോ പേരുടെയും സം. അടുത്ത നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം വായിക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് the sum of the two terms of the two ends and the sum of the two terms of the middle are the same. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ശ്രേണിയിലെ കോൺസിക്യൂട്ടീവ് ടേംസ് അടുത്തടുത്ത 4 പദങ്ങൾ കണ്ടോ അടുത്തടുത്ത 4 പദങ്ങളിൽ ആദ്യ പദത്തിന്റെ അവസാന പദത്തിന്റെയും തുകയും മിഡിൽ ടേംസിന്റെ കണ്ടോ എന്ത് ടേംസിന്റെ സമ്മും മിഡിൽ ടേമിന്റെ സമ്മും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അഗ്രപദങ്ങളുടെ തുകയും മധ്യപദങ്ങളുടെ തുകയും തുല്യമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം തെളിയിക്കണം. അപ്പൊ ഇവിടെ ആദ്യ പദം ഒന്നും പറഞ്ഞിട്ടില്ല അടുത്തടുത്ത 4 പദങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം 10ാം പദം തൊട്ടാണ് തുടങ്ങുന്നതെങ്കിൽ 10 11 12 13 ഇതായിരിക്കും അടുത്തടുത്ത 4 പദങ്ങൾ. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ അടുത്തടുത്ത ആ 4 പദങ്ങളിലെ ആദ്യ പദത്തെ നമുക്ക് എക്സ് എന്ന് സങ്കല്പിക്കാം. അതാണ് ആദ്യ പദം. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പദം കിട്ടാൻ അതിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതിന്റെ അടുത്ത പദം കിട്ടാൻ അതിനോട് ഒരു പൊതുവ്യത്യാസം കൂടെ കൂട്ടണം എക്സ് പ്ലസ് 2d. അതിന്റെ അടുത്ത 4ാമത്തെ പദം കിട്ടാൻ ഒരു പൊതുവ്യത്യാസം കൂടെ കൂട്ടണം എക്സ് പ്ലസ് 3d. ഓക്കെ അപ്പൊ അടുത്തെടുത്ത കോൺസിക്യൂട്ടീവ് ടേംസ് കണ്ടോ നമുക്ക് കോൺസിക്യൂട്ടീവ് ടേംസ് തന്നെ എഴുതാം. കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് ഈക്വൽ ടു എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2d എക്സ് പ്ലസ് 3d. അടുത്തടുത്ത പദങ്ങൾ മലയാളം പഠിക്കാൻ അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തടുത്ത പദങ്ങൾ ഈസ് ഈക്വൽ ടു എക്സ് കോമ എക്സ് പ്ലസ് ഡി കോമ എക്സ് പ്ലസ് 2d കോമ എക്സ് പ്ലസ് 3d. ഇനി അവരെന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ എന്ത് പദങ്ങൾ തമ്മിൽ സം ചെയ്യുന്നതും മിഡിൽ ടേംസ് തമ്മിലുള്ള സമ്മും ഈക്വൽ ആണ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം. സം ഓഫ് എൻഡ് ടേംസ് കണ്ടുപിടിക്കണം. സം ഓഫ് എൻഡ് ടേംസ് ഈസ് ഈക്വൽ ടു എൻഡ് ടേം എന്ന് പറയുമ്പോൾ എക്സും പ്ലസ് അവസാനത്തെ പദം എക്സ് പ്ലസ് 3d കൂടെ കൂട്ടുന്നതാണ്. ഈസ് ഈക്വൽ ടു എക്സും എക്സും കൂടെ കൂടുമ്പോൾ 2x. അപ്പൊ ഉത്തരം 2x പ്ലസ് 3d എന്ന് കിട്ടും. ഓക്കെ ഇനി സം ഓഫ് മിഡിൽ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് മിഡിൽ ടേംസ് അതായത് മധ്യപദങ്ങളുടെ തുക. അതിനു മുമ്പ് അഗ്രപദങ്ങളുടെ തുകയായിരുന്നു, ഇപ്പോ മധ്യപദങ്ങളുടെ തുക. മധ്യപദങ്ങൾ ആരൊക്കെയാണ്? എക്സ് പ്ലസ് ഡിയും പ്ലസ് എക്സ് പ്ലസ് 2d സമം എന്താണ് കിട്ടുന്നത്? ഇവിടെ എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് ഉണ്ട്, 2x ഉണ്ട്. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x, ഒരു ഡിയും 2d കൂടെ കൂട്ടുമ്പോൾ 3d. അപ്പോൾ നേരത്തെ കിട്ടിയ ഉത്തരവും ഇപ്പൊ കിട്ടിയ ഉത്തരവും സെയിം ആണ്. അതായത് സം ഓഫ് എൻഡ് ടേംസും സം ഓഫ് മിഡിൽ ടേംസും ഈക്വൽ ആണ്. അത് നമ്മളിങ്ങനെ എടുത്തെഴുതണം. എന്താണ്? സം ഓഫ് എൻഡ് ടേംസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേംസ്. അതായത് അഗ്രപദങ്ങളുടെ തുക സമം മധ്യപദങ്ങളുടെ തുക. ഓക്കെ വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ കണക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നുള്ള ചോദ്യങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക്സ്.